നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. എൻ്റെ പേര് ആൽബിൻ അനിൽ. AUP സ്മരോട്ടിശാലയിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മാതൃഭാഷയെക്കുറിച്ചാണ്. അമ്മയെന്ന് ആദ്യമായി വിളിച്ച ഭാഷ, മുത്തശ്ശി കഥകൾ പറഞ്ഞു തന്ന ഭാഷ, അറിവിൻ്റെ ആദ്യ പാഠങ്ങൾ പകർന്നു തന്ന ഭാഷ, അതാണ് മാതൃഭാഷ. മറ്റുള്ള ഭാഷകൾ കേവലം അതെ, മാതൃഭാഷ പെറ്റമ്മയ്ക്ക് തുല്യമാണ്. ഇന്ന് മഹാകവി വള്ളത്തോളിന്റെ ഈ വരികൾ മാതൃഭാഷയുടെ പ്രാധാന്യം നമുക്ക് വ്യക്തമാക്കി തരുന്നു. നവജാത ശിശു ആദ്യം നുകരുന്നത് പാലാണ്. അതുപോലെ ആദ്യം കേട്ടു വളരുന്ന ഭാഷയാണ് മാതൃഭാഷ. മാതൃഭാഷയിൽ അറിവ് നേടുക എന്നത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ആവശ്യമാണ്. മനസ്സിലെ വികാര വിചാരങ്ങൾ സ്വഭാഷ കൊണ്ട് മാത്രമേ ഏറ്റവും മനോഹരമായി ആവിഷ്കരിക്കാൻ സാധിക്കൂ. 2000ഓളം വർഷം പഴക്കവും പാരമ്പര്യവും അവകാശപ്പെടാവുന്ന നമ്മുടെ മാതൃഭാഷയുടെ ഇന്നത്തെ ദുരവസ്ഥ ആരെയും ലജ്ജിപ്പിക്കും. ഭരണങ്ങളിലും കോടതികളിലും വിദ്യാഭ്യാസ മേഖലകളിലും ഇന്നും മലയാളം അവഗണിക്കപ്പെടുന്നു. സ്വാതന്ത്ര്യം കിട്ടി അരനൂറ്റാണ്ടിലേറെ കാലമായിട്ടും കേരളത്തിലെ ഭരണഭാഷ ഏറെക്കുറെ ഇന്നും ഇംഗ്ലീഷ് തന്നെ. വിദേശർ പോയി തദ്ദേശീയർ ഭരണം തുടങ്ങിയിട്ടും ആലപ്പുഴ ആലിപ്പിയായും കോഴിക്കോട് കാലിക്കറ്റായും ഈ അടുത്ത കാലം വരെ നിലനിന്നിരുന്നു. മാതൃഭാഷയുടെ മാധുര്യം ആവോളം ആസ്വദിക്കാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെ. കുട്ടികളുടെ കവിയായ കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് പോലെ, ജനിക്കുമ്പോൾ മുതലേ എൻ മകന് ഇംഗ്ലീഷ് പഠിക്കണം, അതിനായി എൻ ഭാര്യ തൻ പേരങ്ങ് ഇംഗ്ലണ്ടിലാക്കി എന്ന് പറയേണ്ടി വരുന്ന ഗതികേട് മലയാളിക്ക് ഉണ്ടാകാതിരിക്കട്ടെ. അന്യഭാഷ പഠിക്കുന്നതോടൊപ്പം മാതൃഭാഷയുടെ മൂല്യം മനസ്സിലാക്കാനും അതിന്റെ മാധുര്യം നുണയാനും കൈരളിയുടെ പുതിയ തലമുറയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.